അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ്. അപ്പോൾ അതൊരുപാട് സന്തോഷമുണ്ട്. അവർ ഫാമിലിയിലുള്ള ഒരു കാര്യം ഒരു ഇമോഷണലായിട്ട് തോന്നിയല്ലേ, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു പടം ഏതൊരു പടം തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ആടുജീവിതം അതൊരു വേറൊരു ജോണറാണ്. വയസ്സിത്ര എന്ന് പറയുന്ന മൂവി വേറൊരു ജോണറാണ്. അപ്പം ഒരു സിനിമ ആസ്വാദക എന്നുള്ള രീതിയിൽ ആടുജീവിതം ഞാൻ ആസ്വദിച്ച് കണ്ട മൂവി അത് വേറെ ലെവൽ മൂവിയാണ്. വയസ്സിത്ര എന്ന് പറയുമ്പോൾ അത് ഒരു നാടൻ പശ്ചാത്തലത്തിലുള്ള നമുക്കെല്ലാം പറഞ്ഞു വന്ന ഇപ്പോൾ ഏകദേശം റീസെൻ്റ്ലി റിലീസായ എല്ലാം നമുക്ക് എന്താ പറയുക യാഥാർത്ഥ്യമായി ബന്ധപ്പെട്ട കഥകളാണ്. അപ്പോൾ വടകര നടന്ന ഒരു സംഭവങ്ങളെ വെച്ച് ഉണ്ടാക്കിയ ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പം അതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേതും കണ്ടോണ്ട് അത് രണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കസിൻസ് ഈ എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ പ്രായം കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആണുങ്ങളുടെ അവിടെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ അനുഭവിക്കുന്ന നാണക്കേടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ സിനിമ സ്റ്റോറി പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കസിനും കൊണ്ട് അവർ ആ ഒരു രീതിയിലേക്ക് കടന്നു ഇപ്പോഴും പെണ്ണ് കിട്ടിയിട്ടില്ല. വയസ്സെത്ര എന്ന് പറയുന്ന ടൈറ്റിൽ എന്തുകൊണ്ട് ഈ സിനിമക്ക് യോജിച്ചു തന്നെയാണ്. നമുക്ക് ഒരു വാരം കഴിഞ്ഞിട്ടാണ് നല്ല അഭിപ്രായമാണ്. മലബാറിൽ നല്ല സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മലബാറിൻ്റെ പശ്ചാത്തലമാണ് പടം. മലബാർ കടന്ന് എറണാകുളം കടന്ന് തിരുവനന്തപുരത്തെത്തി. പിന്നെ ഓക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അതാണ് ശരിക്കുന്നുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറച്ച് തള്ളിക്കയറ്റത്തിൽ ആടുജീവിതത്തിന് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച കൊണ്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അടുത്ത ആഴ്ച മുതൽ എന്തായാലും കയറിക്കൊടുത്തിക്കൊള്ളുന്നുള്ള വിശ്വാസത്തിലാണ്. മലബാറിൽ ഓൾമോസ്റ്റ് ഒരു 13 സ്റ്റേഷനിൽ അവസരങ്ങളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേറ്റത്ത് കാഞ്ഞങ്ങാട്, തലശ്ശേരി, വടകര, കോഴിക്കോട് 4 തിയേറ്ററുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ 4 തിയേറ്ററിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ വടകരയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് മലബാർ പശ്ചാത്തലത്തിലുള്ള ചെറിയ റീജിയണൽ കണ്ടന്റുകൾ ലോക സിനിമ സിനിമയാണ്. പക്ഷേ ആടുജീവിതം തകർത്ത ആടുകൾ അതിൻ്റെ മുന്നിൽ പ്രേക്ഷകർ സ്വീകരിച്ചു ഈ പടം. പക്ഷേ അടുത്ത വാരം മുതൽ ദിവസം കയറി കൊടുത്തിരുന്നത് ഇവിടെ 3 തിയേറ്ററുകളുണ്ട് സിറ്റിയിൽ. ട്രിവാൻഡ്രത്ത് ഹാരിസിലും PVR-ലും സിനിക്കോളിസിലും കുഴപ്പമില്ല. കൊടുത്തിട്ട് ഈവനിങ് ഷോ നല്ല ആളുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത് മോർണിംഗ് ഷോസാണ്. നമ്മുടെ സാധാരണക്കാരുടെ പടമാണ്. സാധാരണ രാവിലെ പണി മെനക്കെട്ടതിന് പോകാൻ പറ്റില്ല. പിന്നെ ഭയങ്കര ലേറ്റ് ഷോ അതൊഴിക്കുന്ന മറ്റു ഷോ ഫില്ലാണ്. കാരണം ഒരു റിലീസ് സമയം തന്നെയാണ് പടത്തിന് ഈ ഒരു കാരണം ആടുജീവിതം അതിന് മുമ്പ് വന്ന മഞ്ഞമ്മലും പ്രേമലും അതിൻ്റെയൊക്കെ ഒരു ഇതാണോ ഈ പടത്തിനുള്ളത്? അതിനൊരു തള്ളിക്കയറ്റത്തിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തിയേറ്റർ കിട്ടുന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു 3 ബോക്സോ 4 ബോക്സസുള്ള സ്ക്രീനുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് 1 ഷോ 2 ഷോ ആയിട്ട് എല്ലാ ഷോ മനോഹരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് തുടങ്ങും. കാരണം പലത് വലിയ പടങ്ങൾ വരികയാണ്. ഞങ്ങളെന്തായാലും ഓക്കെയാണ്, ഹാപ്പിയാണ് ഞങ്ങളുടെ പടത്തിന്. ഈ വിശേഷങ്ങളാണ് ഷൂട്ടിങ്ങിൻ്റെ ആ ദിവസം വിശേഷങ്ങളൊക്കെ ഇതിന്ന് കടന്നത് 40 വയസ്സായിട്ട് സർക്കാർ ഉദ്യോഗത്തിൽ പെണ്ണിട്ടാവാൻ ആൾക്കാരുടെ കഥയാണ്. ഞാൻ 30 വയസ്സിലെ കല്യാണം കഴിച്ചത്. ജാതക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കള്ളജാതകം ഉണ്ടാക്കിയിട്ടാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, എൻ്റെ വൈഫിന് ജാതകം ഒത്തില്ല, ഞങ്ങൾ ഒപ്പിച്ചതാണ്. അപ്പോൾ നഷ്ടമൊക്കെ മാറിപ്പോയി, ദിവസമൊക്കെ മാറിപ്പോയി. മലബാറിൽ മെയിൻ പ്രശ്നമാണ് ഈ സർക്കാർ ഉദ്യോഗമില്ലാത്ത കാരണം പെണ്ണ് കിട്ടാത്ത ആൾക്കാരുടെ കഥ ഒരുപാടുണ്ട്. ഇപ്പം എൻ്റെ വാർഡിൽ 86 പേരുണ്ട് കല്യാണം കിട്ടാത്ത. ഇതിൽ ഹീറോയിന് ഇതിൻ്റെ കാര്യം മനസ്സിലായില്ല. ഇത് ഭയങ്കര സത്യത മനസ്സിലായില്ല. ഇയാളെ ഷൂട്ടിംഗ് നാട്ടിലെത്തിയപ്പോഴേ കുറേ ചെറുപ്പക്കാർ വന്ന് കൂടി പോന്നു. അപ്പോൾ ചോദിച്ചാൽ എന്താ സംഭവം വെച്ചു, ചേട്ടാ ഞങ്ങളെല്ലാം പെണ്ണ് കിട്ടാത്ത ആൾക്കാരാണ്. ഇതിൽ 3 ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ കഥ എഴുതിയത് എൻ്റെ നാട്ടിൽ. ഒന്ന് ഞാനും എൻ്റെ മാനേജർ, ഒരാൾ പിന്നെ ഞാൻ കുഴഞ്ഞു കൊണ്ട് മരിച്ചു. പിന്നെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ റോള് ചെയ്യുന്നത്, അതായത് കള്ളജാതകം ഉണ്ടാക്കുന്ന ആൾ, എല്ലാ ഞായറാഴ്ചയും കുറിതൊട്ട് ബ്രോക്കറും അവിടെ കല്യാണത്തിന് പോകുന്ന ആൾ 45 വയസ്സാണ് കല്യാണം കഴിച്ചത്. ഇപ്പോൾ 48 വയസ്സായി. 2-3 ദിവസം മുന്നേ അയാൾ മരിച്ചു, കുഴഞ്ഞു കൊണ്ട് മരിച്ചുപോയി. അവസാനം കഴിച്ചത് അലൂമിനിയം അസോസിയേഷൻ്റെ ഫ്രണ്ട്സ് കൂടിച്ചേരുമ്പോൾ പഴയ കൂട്ടുകാരി കല്യാണം കഴിച്ചത്. 3 മക്കളോട് ചേച്ചിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പാവം 2 വർഷം ആയിട്ട് കല്യാണം കഴിച്ചിട്ട് കുഴഞ്ഞുകൂടി മരിച്ചുപോയി. എൻ്റെ കഥയിലെ ഒരു കഥാപാത്രം അയാളായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര സങ്കടമുണ്ട് കഥാപാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്കറിയില്ല എന്താണെന്ന്. ആക്ച്വലി ഇത്രയും ക്രൗഡ് കിട്ടാത്തത് ചിലപ്പോൾ ഈ ഹോട്ട് ലൈഫൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം വന്നത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഇതിനകത്തുള്ള എല്ലാം ഉണ്ട്. പിന്നെ കോമഡി ഉണ്ട്, സങ്കടം വരുന്ന കാര്യങ്ങളാണ്. അതായത് ഒരു ജാതകത്തിൻ്റെയും ഒരു ജോലി, ഒരു സർക്കാർ ജോലിയുടെ കുറവുള്ളതുകൊണ്ട് കിട്ടാതെ പോകുന്നത്, ഇതെല്ലാം വളരെ നന്നായിരിക്കും. എന്നുള്ള സിനിമ ഞാൻ കണ്ടു. അതിലെ പ്രമേയം വളരെയേറെ ആനുകാലിക പ്രസക്തിയുള്ളതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു കൂട്ടായ്മ, ഒരു കോളനി ലൈഫിലുള്ള പല ജാതി മതസ്ഥരായിട്ടുള്ള ഒരു
വളരെ ഐക്യമായിട്ട് ജീവിക്കുന്നത്, പരസ്പര സ്നേഹം, ഇതെല്ലാം എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. പിന്നീട് ഇക്കാലത്തുണ്ടാകുന്ന ഒരു മാരേജ്, അതായത് സർക്കാർ ജോലി തന്നെ വേണം, അത് പിന്നെ വയസ്സെത്ര, എല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം വളരെയേറെ എനിക്ക് താല്പര്യം തോന്നി. പിന്നെ അതിലെ കഥാപാത്രങ്ങളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായിട്ടൊക്കെ ഒരുപാട് സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അവരുടെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ സ്വഭാവങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു നല്ല ഒരു കഥയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൊള്ളാം, പറഞ്ഞോ. പടം നന്നായിരുന്നു. അതുപോലെ കുറേ കാലഘട്ടത്തിന് ശേഷം ഒരു കൂട്ടായ്മയുടെ സിനിമ, ഒരു അയൽവക്കം, ഒരു കൂട്ടകുടുംബം, ഒരയൽവക്കം, എങ്ങനെയൊക്കെ പരസ്പര സഹകരണമുള്ളൊരു സിനിമ കണ്ടു. എല്ലാവരും ഫ്ലാറ്റിൽ ഒറ്റപ്പെട്ട് ഒതുങ്ങി, അപ്പുറത്തെ ഫ്ലാറ്റുകാരെ ഇപ്പുറത്തെ ഫ്ലാറ്റുകാരെ അറിയാത്തൊരു കാലഘട്ടത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം നന്നായിരുന്നു. സൂപ്പർ സിനിമയായിരുന്നു. അവസാനം വരെ ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇതിലെടുത്ത് കാണിച്ചൊരു പ്രമേയം എന്ന് വെച്ചാൽ PSC ഒരു ജോലി പയ്യന്മാർക്ക് അത്യാവശ്യമാണെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഇതിൽ ചൂണ്ടിക്കാണിച്ചു. നല്ലതായിരുന്നു. ഇന്നത്തെ കാലത്ത് ഓരോരുത്തർ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ പിള്ളേർ, ആൺകുട്ടികൾ പ്രത്യേകിച്ചും ജോലിയില്ലാത്ത ആ ഒരു വിഷമം അവരല്ലേ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റി. ഏറ്റവും നല്ലൊരു പടമാണ്. അതിൽ പുതിയതായി അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും തന്നെ വളരെ മനോഹരമായി തന്നെ അവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അളിയൻ്റെ കാര്യം സൂപ്പർ പെർഫോമൻസ് ആണ്. എന്നിരുന്നാലും ഡയറക്ഷൻ്റെ നല്ല നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രശാന്ത് മുരളി അദ്ദേഹത്തിൻ്റെ റോള് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന മറ്റ് എല്ലാവരും, എല്ലാ നടന്മാരെയും പറയാൻ എന്തൊക്കെ വിധത്തിൽ തന്നെ നല്ല റോള് തന്നെയാണുള്ളത്. പ്രാക്കുട്ടനായി അഭിനയിച്ച അദ്ദേഹം, ഉണ്ണിരായേട്ടൻ, ചിത്ര നായർ, അതുപോലെ തന്നെ എല്ലാവരും തന്നെ നല്ലൊരു അഭിനയമാണ് കാഴ്ചവെച്ചത്. നമുക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു നല്ലൊരു കോമഡി ഫിലിമായിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു തന്നെയാണ്. അതിൻ്റെ ഡയറക്ടർ, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരും എടുത്തു പറയത്തക്ക നല്ല രീതിയിലുള്ള ക്യാമറ പെർഫോമൻസിനും ക്ലൈമാക്സിലും അതുപോലെ തന്നെ നമ്മളെ സോങ് സീനുകളിലെല്ലാം ആ കണ്ടിന്യൂസ് സീൻ നമുക്ക് വളരെയധികം ആസ്വദിക്കാൻ പറ്റി. ക്ലൈമാക്സിലുള്ള ആ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയേണ്ടത് അത്രയ്ക്കും മനോഹരമായിട്ട് തന്നെ ചിത്രീകരിക്കാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്രയും നല്ലൊരു സിനിമ ജനങ്ങളിലേക്ക് എത്തിച്ചതിന് വളരെയധികം നന്ദി. നല്ലൊരു സിനിമയാണ്. ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. പുതിയ നായികയൊക്കെയാണ്. എന്തായാലും നല്ലൊരു കൂടുതൽ എന്താ പറയുക പടത്തെ പറ്റി? വയസ്സ് എത്രയായി എന്ന് പറയുമ്പോൾ പലരും വയസ്സൊക്കെ പറയാൻ മടിക്കുന്ന ഒരു കാലത്ത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് പെണ്ണ് കിട്ടത്തില്ല. പ്രായം ഒരുപാടായതിൻ്റെ ഒരു പ്രശ്നമാണ്. ആ സിനിമ അതിനെക്കുറിച്ചുള്ളൊരു പടമാണ്. വയസ്സ്, പ്രായം അതൊന്നും വലിയ പ്രശ്നമായിട്ടുള്ളൊരു കാര്യമായിട്ട് ആരും കണക്ക് കൂട്ടരുത് എന്നുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത്. പ്രമേയം കുറച്ച് വ്യത്യസ്തമാണ്. സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ശരിക്കും ഈ കഥയിലേക്ക് നമ്മളെല്ലാം വരുന്നത്. ഈ ഒരു പ്രമേയം അധികം കണ്ടിട്ടില്ലാത്തതാണ്. ആക്ടേഴ്സ് എല്ലാം അവസാനം ഈ ഒരു നല്ല സ്പീക്കിലാണ് എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തത്. നായികയും ഒരു പുതുമുഖ നായിക എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തത്. മൊത്തത്തിൽ കൊള്ളാം. നല്ല സിനിമ.